സമുദ്ര അതിർത്തിയിൽ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും സാധ്യമായ എല്ലാ നടപടികളും വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ സംഭവത്തിന് പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളി കടലിൽ കഴിഞ്ഞ ദിവസം ഓയിലിന്റെ സാന്നിധ്യം കണ്ടതായി സംശയമുയർന്നിരുന്നു. ഇതേ തുടർന്ന് തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നത് 20 മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഓയിലിന്റെ അംശമുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധനയിൽ കണ്ടെത്താനാകും. കേരള തീരത്തുനിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചെരിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു. കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ കൊച്ചി, തൃശൂർ, ആലപ്പുഴ അടക്കമുള്ള തീരമേഖലകളിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിരുന്നു. തീരത്ത് അസാധാരണമായ എന്തെങ്കിലും കണ്ടാൽ തുടരുതെന്നും 112ലേക്ക് വിളിച്ച് ഉടൻ വിവരമറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതായാണ് വിവരം. വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കടൽക്ഷോഭം മൂലം കപ്പൽ ആടിയുലഞ്ഞ കണ്ടെയ്നറുകൾ തെന്നിയതാകാം അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. എണ്ണ ചോർച്ച നിയന്ത്രിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ എണ്ണ തടയാനുള്ള നടപടികൾ തുടരുകയാണ്. ഡോണിയാർ വിമാനം എണ്ണ നശിപ്പിക്കാനുള്ള പൊടി തെളിച്ചുകൊണ്ട് ആകാശത്ത് നിരീക്ഷണവും നടത്തുന്നു. ഈ ദൗത്യം കേവലം എണ്ണപ്പാട നീക്കം ചെയ്യുക എന്നതിലുപരി സമുദ്ര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ എണ്ണച്ചോർച്ച തടയാനും അതിനെ നേരിടാനുമുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളെയും ഗവേഷണങ്ങളുടെയും പ്രാധാന്യം വിളിച്ചോതുന്നു. പൊതുജനങ്ങളുടെ അവബോധവും പിന്തുണയും ഇത്തരം ദുരന്തങ്ങളെ നേരിടുന്നതിൽ നിർണായകമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് MSC ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറ ഉൾപ്പെടെ കരുനാപ്പള്ളിയുടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്കിവിടെ തറയിൽ കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിര ഉണ്ടായതുകൊണ്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെന്താണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെയാണ്. അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഇല്ല ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമ്പർ വെച്ച് വേണമെങ്കിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കണ്ടെയ്നർ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെർച്ച് ചെയ്തിട്ട് അല്ല, അതിനകത്ത് ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ചിലതിനകത്ത് അപകട വസ്തുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതാണോ ഇതൊന്നും അറിയത്തില്ല. ഇല്ല, ഇപ്പോൾ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഓയിൽ സ്പില്ലിനാണ് കൂടുതൽ സാധ്യതയുള്ളത് ആലപ്പുഴ സ്ഥലത്ത്. അല്ല, ഓയിൽ സ്പില്ല് നമ്മൾ ഇന്നലെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് കുറേയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇങ്ങോട്ടുള്ളൊരു ഇപ്പോൾ ഈ ഒന്ന് കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് നമുക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കടലിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓയിൽ സ്പില്ലിൻ്റെ ഇത് ഐഡൻറ്റിഫൈ പറ്റിയിട്ടില്ല. ഇന്നലെ നമ്മുടെ PCBയെ കൊണ്ട് പിന്നെ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സാമ്പിൾസ് എടുത്തിരുന്നു. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ഹൈഡ്രോ കാർബൺസിന് ലെവൽ അറിഞ്ഞാൽ മാത്രമേ അതിലെന്തെങ്കിലും തീരുമാനം എടുക്കാം. ഇല്ല, അത് ഇന്ന് കിട്ടത്തേ ഉള്ളൂ. കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട്. എല്ലായിടും ഉണ്ട്. അത് ചെയ്യും. അതിൻ്റെ സാൽവേജ് ടീം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ MSCയുടെ ടീമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. MSCയുടെ ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു. അവിടെ ഒരു സാൽവേജ് ടീം ഒരു 10 പേരോളം വരുന്നുണ്ട്. ആലപ്പുഴയും എറണാകുളം നമ്മുടെ കൊല്ലം തീരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന ഉടനെ അതിൻ്റെ ബാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങൾ ചെയ്യും. അല്ലല്ല, അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ കുറേ എണ്ണം ഏറെക്കുറെ എണ്ണമൊക്കെ പിന്നെ ഇതാണ് കാലിയാണ്. നമ്മൾ empty കണ്ടെയ്നേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ ഇതിനകത്ത് ചില സബ്സ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, അത് അറിയത്തില്ല. ഇത് സേഫ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി ഒത്തിരി മെത്തേഡ്സ് അവർ ഉപയോഗിക്കുക. അതിനകത്ത് ഏത് രീതിയിലുള്ള സംവിധാനം ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ഒരു കോഷൻ സിഗ്നൽ മേളിലുണ്ട്. അത് ഒരു ഹസാഡസ് സിഗ്നലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹസാഡസ് സിഗ്നലിനോട് നമ്മളൊരു ഇപ്പോഴത്തെ നിഗമനം കസ്റ്റംസുകാർ വരും. 1 മണിക്കൂറാകുമ്പോൾ കപ്പൽ മുങ്ങിയത് നമ്മുടെ 20 നോട്ടിക്കൽ നമ്മുടെ തോട്ടപ്പള്ളി ഭാഗത്ത് 20 നോട്ടിക്കൽ അങ്ങനെയാണ് മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഇന്നലത്തെ റിപ്പോർട്ടൻസ് പൂർണ്ണമായിട്ട് മൂവ് ചെയ്യുന്നില്ല നിലനിലാണ് മനസ്സിലാക്കിയത്. പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് വേണ്ട 500ഓളം കണ്ടെയ്നേഴ്സ് ഉണ്ട്. അറിയത്തില്ല ഏതിൽ അതാണോ ഇതാണെന്ന് അറിയത്തില്ല. സാറിന് ഇതിൽ നമ്മളൊരു സേഫായിട്ട് വെക്കുന്ന സ്ഥലത്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു പക്ഷേ കപ്പലിനകത്തിരിക്കുന്നതാണോ അറിയത്തില്ല. അത് അവർ വന്നാലേ അറിയാം.
തീർച്ചയായിട്ടും. മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ ആശങ്കയുണ്ട്, അവർക്ക് കടലിൽ പോകാൻ പറ്റുമെന്നൊക്കെ പിന്നീട് ഇല്ല, അപ്പോൾ നമുക്കൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു 10 കിലോമീറ്റർ ഭാഗത്ത് ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോരുമെന്നാണ് ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്.